എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലോകകപ്പിൽ ഇന്ത്യയുടെ അടുത്ത മത്സരം വന്നെത്തിയിരിക്കുകയാണ്. പാകിസ്ഥാൻ ആയിട്ടാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. ജൂൺ 9 ഞായറാഴ്ച രാത്രി 8 മണി മുതൽ ആണ് ഇന്ത്യ-പാക് പോരാട്ടം നടക്കാൻ പോകുന്നത്. ഇപ്പോഴിതാ ഇതിന് മുന്നോടിയായി ഇന്ത്യ പ്രാക്ടീസ് മാച്ച് കളിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ പുറത്തിരുന്ന് സഞ്ജു പ്രാക്ടീസ് മാച്ചിൽ വെടിക്കെട്ട് പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സഞ്ജു വീണ്ടും ഫോമിലേക്ക് തിരിച്ചെത്തിയെന്ന സൂചനയാണ് ഇന്നത്തെ പ്രാക്ടീസ് മാച്ചിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. ഇനി ഇന്ത്യക്ക് യാതൊന്നും തന്നെ പേടിക്കാനില്ല. സഞ്ജുവിന് ഒപ്പം കോഹ്ലിയും ഇന്ന് മിന്നിത്തിളങ്ങി. അപ്പോൾ ഇന്ന് നടന്ന ഇന്റർ സ്ക്വാഡ് പ്രാക്ടീസ് മാച്ചിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്ന മത്സരമാണ് ഞായറാഴ്ച നടക്കാൻ പോകുന്നത്. ശക്തരായ രണ്ട് ടീമുകളാണ് ഇന്ത്യയും പാകിസ്ഥാനും. ഇരുവരും നേർക്കുനേർ വരുമ്പോൾ മത്സരം തീപാറും എന്നത് ഉറപ്പാണ്. ആദ്യ മത്സരത്തിൽ അയർലൻഡിനെ തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ വരവെങ്കിൽ പാകിസ്ഥാനാവട്ടെ ആദ്യ മത്സരത്തിൽ അമേരിക്കയോട് തോറ്റിരുന്നു. അതുകൊണ്ട് ഈ ഒരു മത്സരം അവർക്ക് ക്രൂഷ്യലാണ്. ഇപ്പോഴിതാ ഈ ഒരു മത്സരത്തിന് മുന്നോടിയായി ഇന്ത്യ പ്രാക്ടീസ് മാച്ച് കളിച്ചിരിക്കുകയാണ്. ഇന്നത്തെ പ്രാക്ടീസ് മാച്ചിൽ തിളങ്ങിയത് സഞ്ജുവും കോഹ്ലിയും ആയിരുന്നു. സന്നാഹ മത്സരത്തിൽ സഞ്ജു ഫ്ലോപ്പ് ആയിരുന്നുവെങ്കിലും ഇന്നത്തെ പ്രാക്ടീസ് മാച്ചിൽ സഞ്ജുവിന്റെ ഒരു വെടിക്കെട്ട് പ്രകടനത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. അമേരിക്കയിൽ സഞ്ജു സിക്സറുകളും ഫോറുകളും കൊണ്ട് കളം നിറഞ്ഞു കളിച്ചു. വെറും 38 പന്തിലാണ് സഞ്ജു ഇന്ന് സെഞ്ചുറി നേടിയത്. ഇന്നത്തെ മത്സരത്തിലും രോഹിത്തും കോഹ്ലിയും തന്നെയായിരുന്നു ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. എന്നാൽ രോഹിത് പെട്ടെന്ന് ഔട്ടായി. പിന്നീട് കോഹ്ലി സഞ്ജു സഖ്യം 148 റൺസിന്റെ പാർട്ണർഷിപ്പ് നൽകി ഞെട്ടിച്ചു. ഇന്നത്തെ സഞ്ജുവിന്റെ അടി കണ്ട് പാക് താരങ്ങളെല്ലാം ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ്. സഞ്ജുവിന്റെ ഈ വെടിക്കെട്ട് പ്രകടനം പാകിസ്ഥാനെതിരെ സഞ്ജുവിന്റെ സ്ഥാനം ഉറപ്പിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ പഞ്ഞിക്കിടും എന്നത് ഉറപ്പാണ്. കാരണം ആദ്യ മത്സരം തോറ്റതോടെ അവരുടെ ആത്മവിശ്വാസം പോയി. 3-ാം നമ്പരിൽ ആണ് സഞ്ജു ഇന്ന് കളത്തിൽ ഇറങ്ങിയത്. ഇനി സഞ്ജുവിന് ഒരു അവസരം ലഭിച്ചാൽ സഞ്ജു കത്തിക്കയറും. ഞായറാഴ്ച നടക്കുന്ന മത്സരം ഇന്ത്യക്ക് അഭിമാന പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ ടീമിനെ തന്നെയായിരിക്കും ടീം ഇന്ത്യ അണിനിരത്തുന്നത്. ബൗളിംഗിൽ ഒരു താരത്തെ പുറത്തിരുത്തി സഞ്ജുവിനെ 3-ാം നമ്പരിൽ പരീക്ഷിക്കാനാണ് കോച്ച് ദ്രാവിഡിന്റെ പദ്ധതി. സന്നാഹ മത്സരത്തിൽ ഫ്ലോപ്പ് ആയ സഞ്ജുവിനെതിരെ നിരവധി വിമർശനങ്ങളാണ് കേൾക്കേണ്ടി വന്നത്. എന്നാൽ അവർക്കെല്ലാം സഞ്ജു ഇന്ന് ബാറ്റ് കൊണ്ട് മറുപടി നൽകി. അതുപോലെ ഇന്ന് ബൗളിംഗിൽ ബുംറ, അർഷദീപ് സിംഗ് എന്നിവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മൊത്തത്തിൽ ഒരു ഇന്ത്യയുടെ ആധിപത്യമാണ് ഇന്നത്തെ പ്രാക്ടീസ് മാച്ചിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ ഒരു ഫോം ഇന്ത്യക്ക് തുടരാൻ സാധിച്ചാൽ ഇത്തവണത്തെ വേൾഡ് കപ്പ് ഇന്ത്യ കൊണ്ടുപോകും എന്നാണ് പ്രവചനം. അപ്പോൾ പാകിസ്ഥാനെതിരെ ഇന്ത്യ റെക്കോർഡ് വിജയം സ്വന്തമാക്കുമോ? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.